ഒരു യോദ്ധാവ് ഗവൺമെൻറ് സർവീസിൽ നിന്നും പടിയിറങ്ങുന്നു. ആ യോദ്ധാവിൻ്റെ പേര് KV ജയചന്ദ്രൻ നായർ. ആ യോദ്ധാവിൻ്റെ പിതാവിൻ്റെ പേര് കരുണാകരൻ നായർ. കരുണാകരൻ നായർ ഒരു കാലഘട്ടത്ത് തിരുവനന്തപുരത്ത് നിറഞ്ഞു നിന്ന, കേരളത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് വീരേന്ദ്രകുമാറും മംഗളത്തിൻ്റെ അധിപതിയുമായിരുന്ന MC വർഗീസും ഒക്കെ. ആ കരുണാകരൻ നായരുടെ മകനാണ് ജയചന്ദ്രൻ നായർ. അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുന്നു. അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചർച്ചാ വിഷയമായി മാറുന്നു. KP യോഹന്നാനെതിരെ 952 കോടി രൂപ അഴിമതി ആരോപിച്ചത് അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനമായ ട്രാവൻകൂർ എക്സ്പ്രസ് ആണ്. കരുണാകരൻ നായർ സാർ അന്തരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാധ്യമ സ്ഥാപനവും അദ്ദേഹത്തിൻ്റെ മാധ്യമ പിന്തുടർച്ച അവകാശവും ഒക്കെ ജയചന്ദ്രന് കൈമാറിയിരുന്നു. മറ്റൊന്ന്, ഏറ്റവും സ്വാധീനമുള്ള KCBയിലെ ചീഫ് എഞ്ചിനീയർ ശ്രീനിവാസനെ വലിച്ചു കീറിയത് ജയചന്ദ്രനാണ്. ജയചന്ദ്രൻ KCBയിലെ അഴിമതികൾക്കെതിരെയും കേരളത്തിലെ അഴിമതികൾക്കെതിരെയും ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിത്വമാണ്. ട്രാവൻകൂർ ജയചന്ദ്രൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കരുണാകരൻ നായർ സാർ വിട പറയുമ്പോൾ അദ്ദേഹം തൻ്റെ പിന്തുടർച്ച അവകാശം നൽകിയത് ട്രാവൻകൂർ ജയചന്ദ്രനാണ്. തൈക്കാട്, തിരുവനന്തപുരത്തെ തൈക്കാട് മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ ഉപാസന മൂർത്തിയുടെ പരിലാളന തനിക്കുണ്ടെന്ന് ജയചന്ദ്രൻ പറയുമ്പോൾ അതൊക്കെ ഏറെക്കുറെ ശരിയാകാം എന്ന് അദ്ദേഹവുമായി പരിചയപ്പെട്ട എനിക്കൊക്കെ തോന്നുന്നു. KCBയിലെ ഓരോ അഴിമതികളും പുറത്തു കൊണ്ടുവന്നത് ജയചന്ദ്രനാണ്. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്കെതിരെ അദ്ദേഹം കൊണ്ടുവന്ന അഴിമതി വലിയ ചർച്ചാ വിഷയമായി മാറി കേരളത്തിൽ. അഴിമതി കൊണ്ടുവരിക മാത്രമല്ല, അഴിമതിക്കെതിരെ പോരാടാൻ വക്കീലിനെ ഉപയോഗിക്കുകയും അദ്ദേഹം ചെയ്തു. ഒരു വക്കീലിനെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. അതൊക്കെയാണ് ജയചന്ദ്രൻ നായരുടെ പ്രത്യേകത. ഇന്നത്തെ പത്രപ്രവർത്തനത്തിൽ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ജയചന്ദ്രൻ നായർ. അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ നിസ്സംശയം പറയാം. അതൊക്കെയാണ് ജയചന്ദ്രൻ നായരുടെ പ്രത്യേകത. KCBയിലെ പോരാളി, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസുകാർ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. KCBയിലെ അഴിമതികളൊന്നും പുറം ലോകം അറിയുന്നില്ല. പുറം ലോകത്തെ അറിയിക്കേണ്ട ബാധ്യത അവർക്കുമില്ല. അഴിമതി ആരോപിക്കുന്നവർ നിശബ്ദമായി നിൽക്കുന്നു. അഴിമതി ആരോപണം നടത്തുന്നവർ നിശബ്ദമായി നിൽക്കുമ്പോൾ ജയചന്ദ്രൻ കൃത്യമായ തെളിവുകളോടുകൂടി കോടതിയെ സമീപിക്കുന്നു. പല ഉദ്യോഗസ്ഥന്മാരുടെയും ചീഞ്ഞുനാറിയ മുഖങ്ങൾ, പൊയ്മുഖങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട് ജയചന്ദ്രൻ. അതോടൊപ്പം പൊളിറ്റിക്സ് കേരള പറയട്ടെ, പൊളിറ്റിക്സ് കേരള നിലനിൽക്കുന്നതിന് കാരണം കൂടിയാണ് ഈ പോരാളി. പൊളിറ്റിക്സ് കേരള തളർന്നു പോകുമ്പോൾ, ഞാൻ തളർന്നു വീഴുമ്പോൾ എന്നെ തൂക്കിയെടുത്ത് എണീപ്പിച്ച് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത് ഈ ജയചന്ദ്രൻ എന്ന വലിയ മനുഷ്യനാണ്. ജയചന്ദ്രൻ എന്ന വലിയ മനുഷ്യന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആരോടും അദ്ദേഹം കീഴടങ്ങില്ല, ആരോടും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യില്ല. KCBക്ക് വേണ്ടി പണിയെടുത്തത് വഴി അദ്ദേഹത്തിനൊരു വലിയ ആക്സിഡൻറ്റ് ഉണ്ടായി, വലിയൊരു അപകടം ഉണ്ടായി. 5 പൈസ KCB കൊടുത്തില്ല. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തോടുള്ള വൈരാഗ്യം വെച്ച്. അതിലൊന്നും അദ്ദേഹത്തിന് പരിഭവം ഇല്ല.
തൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹം ശ്രദ്ധിക്കാറുമില്ല. അദ്ദേഹം ഇപ്പോൾ KSEBിയിൽ നിന്ന് പടിയിറങ്ങിയാണ് ഈ മാസം അവസാനം. അദ്ദേഹം പടിയിറങ്ങുമ്പോൾ ഒരു പോരാളിയാണ് പടിയിറങ്ങുന്നത്. KSEBിക്ക് വേണ്ടി ഒരുപാട് കാലം വർക്ക് ചെയ്ത, KSEBിക്ക് വേണ്ടി ജീവിതം പണയം വെച്ച പോരാളി. ആ പോരാളിക്ക് KSEB അധികൃതരിൽ നിന്ന് നേരിടേണ്ടി വന്നത് വെറുപ്പും വിദ്വേഷവും കലർന്ന പുച്ഛ വാക്കുകൾ. എങ്കിലും അദ്ദേഹം ഒരിടത്തും ഒതുങ്ങിയില്ല. കേസുമായി അദ്ദേഹം മുന്നോട്ട് പോയി. KSEBിയിലെ അഴിമതികൾ, KP യോഹന്നാൻ എന്ന ക്രൈസ്തവ പുരോഹിതൻ്റെ അഴിമതികൾ, അതൊക്കെ അദ്ദേഹം പുറം ലോകത്തെ അറിയിച്ചു. മറ്റൊന്നും കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കരുണാകരൻ നായരാണ് മംഗളത്തെ മംഗളമാക്കി മാറ്റിയത്. മംഗളമെന്നാൽ മംഗളം പബ്ലിക്കേഷൻസും മംഗളം ദിനപത്രവും. കരുണാകരൻ നായർ ഒരു കാലത്ത് MC വർഗീസിൻ്റെ ഗുരുതുല്യനായ പത്രപ്രവർത്തകനായിരുന്നു. മാതൃഭൂമിയിലെ വീരേന്ദ്രകുമാർ ഒരു കാലത്ത് കരുണാകരൻ നായരെ ഗുരുതുല്യനായി കണ്ട പത്രക്കാരനായിരുന്നു. അങ്ങനെ മംഗളം എന്ന സ്ഥാപനം കെട്ടിപ്പടുത്തതിൽ കരുണാകരൻ നായർക്കും അദ്ദേഹം തൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ പിന്തുടർച്ച അവകാശം നൽകിയ ജയചന്ദ്രനും ഒക്കെ ഒരുപാട് പങ്കുണ്ട്. അതൊക്കെ ഒരു കാലത്തെ ചരിത്രമാണ്. ആ ചരിത്രമാണ് ഇപ്പോൾ സർക്കാർ ജീവിതം എല്ലാം ഒതുക്കിക്കൂട്ടി പെൻഷൻ പറ്റി പടിയിറങ്ങുന്നത്. പലപ്പോഴും ജയചന്ദ്രൻ നായരെ വളരെ മോശമായി സമീപിച്ചിട്ടുണ്ട്, വളരെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെതായ കർമ്മ പന്ഥാവിൽ വിലസുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പൊളിറ്റിക്സ് കേരളയുടെ എല്ലാമാണ് ജയചന്ദ്രൻ നായർ. എവിടെ സത്യമുണ്ടോ, എവിടെ ധർമ്മമുണ്ടോ, എവിടെ പാവപ്പെട്ടവർ വിലപിക്കുന്നുവോ അവിടെയൊക്കെ നന്മയുടെ കൈത്താങ്ങായി ജയചന്ദ്രൻ നായർ ഉണ്ടായിരുന്നു. അപ്പോഴും ഇപ്പോഴും എപ്പോഴും അതൊക്കെ ജയചന്ദ്രൻ തൻ്റെ നിയോഗമായി മാത്രം കരുതുന്നു. പൊളിറ്റിക്സ് കേരളയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഗുരുതുല്യനായ ഒരു വ്യക്തിയാണ് ജയചന്ദ്രൻ നായർ. അദ്ദേഹത്തിന് കുടുംബപരമായി തന്നെ ഒരുപാട് സമ്പത്തുണ്ട്. ഗവൺമെൻറ് ജോലി ഉണ്ടായിരുന്നു. ആ ജോലി അവസാനിക്കുകയാണ് ഈ മാസം അവസാനം. ഈ ജോലിയൊക്കെ അവസാനിച്ച് അദ്ദേഹം പടിയിറങ്ങുമ്പോൾ അഴിമതിക്കെതിരായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞത്. ആരും തൊടാത്ത, എല്ലാവരും പേടിക്കുന്ന KSEBിയിലെ ഉദ്യോഗസ്ഥയായിരുന്ന ഒരു വനിതാ നേതാവിനെതിരെ അദ്ദേഹം നടത്തിയ പോരാട്ടം ശ്രദ്ധേയമാണ്. ജയചന്ദ്രൻ പോരാട്ടങ്ങൾ തുടരട്ടെ. ജയചന്ദ്രൻ്റെ പോരാട്ടങ്ങൾക്ക് കയ്യടികളുമായി പൊളിറ്റിക്സ് കേരള ഉണ്ടാകും.